ഇന്ന് നമുക്ക് കണ്ണൂർ സ്പെഷ്യൽ ഉണ്ടപ്പുട്ട് അഥവാ മസാല ഉണ്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് പല സ്ഥലത്തും പല പേരാണ് പറയുക. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ രണ്ട് രീതിയും കാണിച്ചു തരാം. ഇതൊരു ചെമ്മീൻ മസാല ഫില്ലിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ചെമ്മീൻ മസാല തയ്യാറാക്കണം. ഞാനിവിടെ 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ചെമ്മീനാണ്. ഇതിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഈ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഈ മസാല ചെമ്മീനിലേക്ക് നന്നായി പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് പാനിൽ നിന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. കാരണം നമ്മളിത് തേങ്ങയും കടുകൊക്കെ ചേർത്തിട്ടുള്ള ഒരു മസാലയാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. ഇപ്പം കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഈ പച്ചമുളക് ഈ എണ്ണയിൽ നിന്ന് നന്നായി ഒന്ന് ഫ്രൈ ആയി വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഈ കറിവേപ്പിലയും പച്ചമുളകും നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർക്കാം. ഈ ചെമ്മീൻ ഒരു 1/4 ഭാഗം വെന്ത് വരുന്നത് വരെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർക്കാം. ഈ ഒരു മസാല നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുക. ഒന്ന് തേങ്ങ ചേർത്തിട്ടും തേങ്ങ ചേർക്കാണ്ടും. ഞാനിവിടെ തേങ്ങ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. തേങ്ങ ചേർത്തിട്ട് ചെയ്യുന്ന മസാലയ്ക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് മതി. തേങ്ങ ചേർക്കാണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 4 സവാളയെങ്കിലും വേണ്ടി വരും. അപ്പം ഈ സവാള ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ തേങ്ങ ചേർക്കുന്നില്ലെങ്കിൽ ഇത്ര മുളക് പൊടിയുടെ ആവശ്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ തേങ്ങ ചേർക്കാത്ത മസാല. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം.
ഈ തേങ്ങ ഒന്ന് ചൂടായി വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തേങ്ങ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടി 3 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇപ്പം ഇതിന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീമർ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റീമറിൽ നന്നായിട്ടൊന്ന് എണ്ണ തടവാം. അതുപോലെ കയ്യിലും കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കണം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മസാല ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്താൽ മതി. മസാല വെച്ചതിന് ശേഷം നമുക്കിതിനെ ഇതുപോലെ കൈകൊണ്ട് മടക്കി ഉരുട്ടിയെടുക്കാം. ബാക്കി വരുന്ന മാവ് മാറ്റിയാൽ മതി. നന്നായിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാം. ഇതാണ് ഒരു രീതി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഞാൻ ഉണ്ടാക്കിയ ആ ഒരു തേങ്ങ ചേർത്ത മസാല കൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുക. ഇനി നമുക്ക് തേങ്ങ ചേർക്കാത്ത മസാല കൊണ്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ മാവെടുത്ത് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച തേങ്ങ ചേർക്കാത്ത മസാലയാണിത്. മസാല ഇതിൽ വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ
ഒരു തേങ്ങയിൽ വെച്ചിട്ട് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റേതിന് മസാലയിൽ തേങ്ങ ചേർത്തതെങ്കിൽ ഇതിന് ഈ ഒരു മാവിലേക്ക് തേങ്ങ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ മാവ് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല കൊണ്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല ചൂടാണ്. അപ്പോൾ ചൂടോടുകൂടി ഒരിക്കലും തന്നെ ഇതിനിങ്ങനെ എടുക്കാൻ ശ്രമിക്കരുത്, കാരണം ഇത് പരസ്പരം ഒട്ടിപ്പിടിച്ചത് കൊണ്ട് ചൂടോടുകൂടി എടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇത് എടുക്കാൻ ശ്രമിക്കാം. നല്ല ചൂടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, അപ്പോൾ നമ്മുടെ ഉണ്ടപ്പുട്ട് അഥവാ മസാല ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.